ഈ ഇഞ്ചിനെ 2 കഷ്ണം ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക കേട്ടോ. നല്ല മൂക്കാത്ത ഇഞ്ചിയാണ് കേട്ടോ, മൂത്ത ഇഞ്ചി വേണ്ട, മൂക്കാത്ത ഇഞ്ചിയാണ് നല്ലത്. അപ്പോൾ അതങ്ങനെ കുരുകുരാന്ന് അങ്ങോട്ട് അരിഞ്ഞെടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഒന്ന് ട്രാൻസ്ഫർ ചെയ്യാം. എന്താ അല്ലേ, പിന്നെ അതുമ്പോൾ തന്നെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ? അപ്പോൾ വേറൊരു പാത്രത്തിലേക്ക് ആക്കേണ്ടിയോ? അപ്പോൾ ഇനി പാത്രത്തിലാക്കിയാലോ. ഇനി അതിൻ്റെ കൂടെ ഒരു പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ഉപ്പും കൂടിയിട്ട് നന്നായിട്ട് അങ്ങോട്ട് തിരുമ്മിക്കോളും. കൈ കൊണ്ട് തിരുമാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത് കേട്ടോ. എന്നിട്ട് ഇതുപോലെ 1 കപ്പ് തൈരും കൂടി ഒഴിച്ച്, അധികം പുളിയൊന്നും ഇല്ല കേട്ടോ, നന്നായിട്ട് മിക്സ് ചെയ്യണേ. ശരിക്കും അങ്ങോട്ട് മിക്സ് ചെയ്തോ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ കുറച്ച് ഉപ്പുണ്ടോ എന്ന് നോക്കണ്ടേ. അപ്പോൾ നിങ്ങളെങ്ങനെയാണ് ഉപ്പ് നോക്കാറ്? ഞാൻ ഇങ്ങനെയാണ് കേട്ടോ, കയ്യിൽ ഒഴിച്ചിട്ട് അതങ്ങനെ അങ്ങോട്ട് കമ്മിത്തും വായിലേക്ക്. അടിപൊളി ഉപ്പൊക്കെ ഉണ്ട് കേട്ടോ. ഇനി ആ ചോറെടുക്കുക. ആ ചോറിലേക്ക് നമ്മുടെ ഇഞ്ചിത്തൈര് 1 തവി അങ്ങ് ഒഴിച്ച് കുറച്ച് കാന്താരി മുളക് കൊണ്ടാട്ടം കേട്ടോ അത്, പിന്നെ അതും കൂടി ചേർത്ത് 2 പപ്പടവും കൂടി കൂട്ടി കുഴച്ച്. എൻ്റെ അമ്മോ, വേറെ എന്തെങ്കിലും ഒരു കറി വേണോ? അപ്പം നാളെ തന്നെ ഉണ്ടാക്കിക്കൊള്ളണം കേട്ടോ.